കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോ മോനെ വിജയ എന്ന പരാമർശത്തിന് ഡാഷ് മോനെ രേവന്ത നിനക്ക് മറുപടി വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. രേവന്ത് റെഡ്ഡിക്ക് വിശദമായി മറുപടി പറയുമെന്നും പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ. രേവന്ത് റെഡ്ഡി അങ്ങനെ വെല്ലുവിളിക്കാണ് സംവാദത്തിൽ പലവും അദ്ദേഹം പറഞ്ഞത്. മോദി പിണറായി സഹോദരബന്ധം പൊതുബന്ധത്തെ പോലെയുള്ള നേതാക്കളെ പിണറായി മാതൃകയാക്കുന്ന സ്റ്റേറ്റ്മെന്റാണ്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ അവസാനിപ്പിക്കാം. രേവന്ത് റെഡ്ഡിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാമർശം കൂടി നമുക്കൊന്ന് കേൾക്കാം. നീ പോ മോനെ ദിനേശ, നീ പോ മോനെ വിജയൻ, നീ പോ മോനെ വിജയൻ, യുവർ ടൈം ഈസ് ഓവർ. നിഖിലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ തമ്മിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വാഗ്വാദം സംവാദമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം നേമത്ത് ഈ ഒരു പ്രചരണത്തിന് വന്നപ്പോഴാണ് രേവന്ത് റെഡ്ഡി നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞത്. അതിനാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചുകൂടി കടുപ്പിച്ച് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? സ്വാതി, ഏതായാലും തിരുവനന്തപുരത്ത് രേവന്ത് റെഡ്ഡി പോ മോനെ വിജയ എന്നാണ് വിളിച്ചതെങ്കിൽ ഇങ്ങനെ കണ്ണൂരിൽ പിണറായി വിജയൻ രേവന്തിന് നൽകുന്ന മറുപടി ഡാഷ് മോനെ രേവന്ത നിനക്കുള്ള മറുപടി വരുന്നുണ്ട് എന്നാണ്. ഏതായാലും ഇത്തരത്തിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പിണറായി വിജയൻ പറഞ്ഞത് അത്തരത്തിൽ വിശദമായ മറുപടി തന്നെ രേവന്ത് റെഡ്ഡിക്ക് നൽകാം, പക്ഷേ അതിപ്പോൾ നൽകുന്നില്ല, ഇപ്പോൾ അതിനുള്ള സമയമല്ല. പക്ഷേ ഏതായാലും അദ്ദേഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഡാഷ് മോനെ രേവന്ത നിനക്കുള്ള മറുപടി വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് തൽക്കാലം മുഖ്യമന്ത്രി അതിൽ നിന്ന് അത് അവസാനിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മിനിമം മര്യാദ കാണിക്കേണ്ടതുണ്ട്. ആ മര്യാദ കാണിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും അക്കാര്യങ്ങളിൽ വിശദമായി തന്നെ രേവന്ത് റെഡ്ഡിക്ക് മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് കടന്നത്. ആ മറുപടി അവസാനിപ്പിച്ചതാകട്ടെ ഈ ഒരു പ്രയോഗത്തിലൂടെയുമാണ്. ഏതായാലും ശക്തമായ മറുപടി ഇക്കാര്യത്തിൽ, ഈ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. നേരത്തെ തന്നെ ഇതിനെ വളരെ ലഘുവായ രീതിയിലുള്ള മറുപടി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് നൽകിയതാണ്. കാരണം സ്വന്തം സംസ്ഥാനത്ത് ബുൾഡോസർ കയറിയിറങ്ങിയ ആളുകളുടെ വീടുകൾ നശിപ്പിക്കുന്ന കാര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ അത് കണ്ടില്ലെന്ന് നടിച്ച് കേരളത്തിൽ വന്ന് കേരളത്തിൽ വികസനമില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി അന്ന് വളരെ ലഘുവായി ഇതിന് മറുപടി നൽകിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഈ സംവാദത്തിന് ക്ഷണിക്കുന്നത് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ വിശദമായി ഇക്കാര്യങ്ങൾ പറയാമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് മുഖ്യമന്ത്രി ഈ നിലയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അത് അവസാനിക്കുമ്പോൾ അപ്രതീക്ഷിതമായിരുന്നു ആ പ്രയോഗം എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഡാഷ് മോനെ രേവന്ത നിനക്കുള്ള മറുപടി പറയുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായും വിശദമായി തന്നെ ഈ വികസനവുമായി ബന്ധപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്തുള്ള മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നത്. സ്വാതി. നിഖിൽ, എന്തായാലും ഇന്ന് ഈ ഒരു പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ്. ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ കൊണ്ടുകൂടി കൊഴുക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു മറുപടി ഈ വികസനവുമായി ബന്ധപ്പെട്ടെല്ലാം നൽകിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ വാക്കുകൾ കുറച്ചുകൂടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും രേവന്ത് റെഡ്ഡിയുടെ ആ ഒരു പരാമർശം, പോ മോനെ വിജയ എന്നുള്ള പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ട്, അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
തീർച്ചയായും ആ പ്രയോഗം മാത്രമല്ല, ഇത്തരത്തിൽ കേരളത്തിലെ വികസനങ്ങളെ സംബന്ധിച്ച് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് ഇവിടെ ഒരു വികസനവും ഇല്ല എന്ന രീതിയിലേക്ക് ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിനെ കാണുന്നത് ഒരു മര്യാദകേട് എന്ന നിലയിലാണ്. ആ മര്യാദകേടാണ് ഈ ചോദ്യത്തോടുള്ള മറുപടി എന്ന രീതിയിൽ ആദ്യം പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചതും. അങ്ങനെ ഒരു മര്യാദ അദ്ദേഹം പാലിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലവാരം വെച്ച് ആ മര്യാദ കാണിച്ചോ ഇല്ലയോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ എന്നതാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ സ്വാഭാവികമായും സ്വാതി പറഞ്ഞതുപോലെ ഇങ്ങനെ ഇത്രയും സീനിയറായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്ന് നീ പോ മോനെ വിജയ ഒരു സിനിമ ഡയലോഗിൻ്റെ സ്റ്റൈലിലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനെ പോലൊരു നേതാവ് അതിനോട് പ്രതികരിക്കും. ഒരുപക്ഷെ എന്തുകൊണ്ട് ഇത്രയും വൈകി പിണറായി വിജയനിൽ നിന്ന് ഈ പ്രതികരണം എന്നതായിരിക്കാം. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതികളെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെക്കുറിച്ച് അറിയുന്നവർ സംശയിക്കുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹം ഒരവസരത്തിന് കാത്തിരുന്നത് പോലെയാണ് ഇന്ന് ഏതായാലും ഈ പത്രസമ്മേളനത്തിൽ, കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം വരുന്നതും. അതിനോട് ആദ്യം അദ്ദേഹം കൃത്യമായി ഈ മര്യാദയുടെ ഒരു മാനദണ്ഡം വച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഇത്തരത്തിൽ വികസന സംവാദത്തിനൊക്കെ വെല്ലുവിളിക്കുന്ന സമയത്ത് കൃത്യമായി വിശദമായി ഈ തെലങ്കാനയുടെയും കേരളത്തിൻ്റെയും രണ്ട് സംസ്ഥാനങ്ങളുടെയും വികസനം താരതമ്യം ചെയ്തുകൊണ്ടുള്ള മറുപടി നൽകാമെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പറയാൻ പോയാൽ ഒരുപാട് സമയമെടുത്ത് പറയേണ്ടി വരും. അതുകൊണ്ട് അതിനിപ്പോൾ മുതിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രമാത്രം പറഞ്ഞു ചുരുക്കുന്നത്. ഡേഷ് മോനെ രേവന്ത, നിനക്കുള്ള മറുപടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ഒതുക്കുന്നത്. സ്വാഭാവികമായും സ്വാതി ചോദിച്ചതുപോലെ ആ പ്രയോഗത്തിന്മേൽ പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്ന നീരസം, അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും വരുന്നതാണ്. അതിൽ അദ്ദേഹത്തിനുണ്ടായ ആ നീരസം, ആ നീരസത്തിനുള്ള മറുപടി അദ്ദേഹം നൽകുന്നു എന്നുകൂടി അതിനെ കാണാം. അതുതന്നെയാണ് നിഖിൽ. എന്തായാലും മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വന്ന് കേരളത്തിനെ കുറിച്ച് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, വികസനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതിലാണിപ്പോൾ അതിൽ ഒരു ക്ഷുഭിതനായി അല്ലെങ്കിൽ അലോസരപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടുത്തുപോയി എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വാക്കുകൾ. അത്രമാത്രം അതിൽ അലോസരമുണ്ടായി മുഖ്യമന്ത്രിക്ക്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ വാക്കും നേരത്തെ രേവന്ത് റെഡ്ഡി പറഞ്ഞ കാര്യവും പരാമർശവും നമുക്ക് ഒന്നുകൂടി കേൾക്കാം. രേവന്ത് റെഡ്ഡി അങ്ങനെ വെല്ലുവിളിക്കാണ് സംവാദത്തിൽ. അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത് മോദിയും പിണറായിയും സഹോദരനൊപ്പം പ്രതിപക്ഷത്തെ പോലെയുള്ള നേതാക്കളെ പിണറായി മാതൃകയാക്കുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റാണ്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകളെന്നൊക്കെ പറയണം, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ അവസാനിപ്പിക്കാം. Ni po mone Dinesha. Ni po mone Vijayan. Ni po mone Vijayan. Your time is over. Your expiry date is over. You don't have any time to continue.